നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 10 വർഷത്തെ അഴിമതിയും ധൂർത്തും അനീതിയും UDF സർക്കാർ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. LDF സർക്കാരിന്റെ ജനവിരുദ്ധ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനുമേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും കൊടിക്കുന്നിൽ സുരേഷ്. KPCC പ്രസിഡന്റ് ആരാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും KPCC പ്രസിഡന്റായി താൻ വാദം ഉന്നയിച്ചിട്ടില്ലെന്നും KPCCയിലും DCCകളിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. ലോകകപ്പ് ഒറ്റപ്പാലത്ത് ഫ്ലക്സ് യുദ്ധവും അവകാശവാദവും. ഫുട്ബോൾ ആവേശം മലപ്പുറത്തെ മറികടന്ന് അർജന്റീന ഫാൻസിന്റെ 200 അടി ഫ്ലക്സിനെ മറികടക്കാൻ ബ്രസീൽ ആരാധകർ സ്ഥാപിച്ചത് 1300 സ്ക്വയർ ഫീറ്റ് അഡ്വർടൈസിംഗ് ഫ്ലോട്ട് ഫ്ലക്സ്. ഏറ്റവും വലിയ ഫ്ലക്സുകൾ ഞങ്ങളുടേതെന്ന് ടീം ആരാധകർ. ഒറ്റപ്പാലം ലോകകപ്പ് ലഹരിയിൽ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അഴിമതിയും ധൂർത്തും അനീതിയും UDF സർക്കാർ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനുമേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും DCCയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCCയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും നൽകിയ സ്വീകരണം കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ LDFന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണു. ചൂരൽമല പുനരധിവാസ ഫണ്ടിലും ക്ഷേമനിധികളിലും വരെ ധൂർത്തിനായി LDF കൈയിട്ട് വാരി. LDFന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും ചർച്ചയാവരുതെന്ന താല്പര്യം കൊണ്ടാണ് ധവളപത്രത്തെ എതിർക്കുന്നത്. ശബരിമലയിൽ ഉൾപ്പെടെ നടന്ന ധൂർത്ത് ആർക്കും മറക്കാനും പൊറുക്കാനുമാവില്ല. LDF സർക്കാരിന്റെ കാലത്ത് പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ എല്ലാ വേട്ടകളും അന്വേഷിച്ച് നടപടി സ്വീകരിക്കും. എല്ലാവർക്കും നീതി എന്നതാണ് UDF നയം. സർക്കാരും പാർട്ടിയും ഒന്നിച്ചു നീങ്ങും. ഇതിനായി ഏകോപന സംവിധാനമുണ്ടാകും. ജനം LDFന് കനത്ത പ്രഹരം നൽകാനുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് UDFന് ബോധ്യമുണ്ടാവണമെന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. 100 സീറ്റിന് മുകളിൽ നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ 102 സീറ്റ് നേടിയാണ് ഐക്യജനാധിപത്യത്തിന്റെ അധികാരത്തിലുള്ളത്. നമുക്കറിയാം, ചില സീറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചത് ശ്രീ തങ്കപ്പൻ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പരാജയം, നിർമ്മാണത്തിന്റെ പരാജയം ചെറിയ മാർജിനാണ് പരാജയപ്പെട്ടത്. അതുപോലെ കേരളത്തിൽ ഏതാണ്ട് 8-10ഓളം സീറ്റുകൾ. ഇപ്പോൾ നമ്മൾ മണലൂരിലെ പ്രതാപന്റെ പരാജയം 182 വോട്ടിലാണ് ശ്രീ TN പ്രതാപൻ പരാജയപ്പെട്ടത്. അതുപോലെ കേരളത്തിൽ ഏതാണ്ട് 7-10 സീറ്റുകളിൽ 1000-ന് താഴെയും 2000-ന് താഴെ വോട്ടുകൾക്കാണ് നമ്മൾ പരാജയപ്പെട്ടത്. അവിടെയും കൂടി നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇടതുപക്ഷം ഒരു നാമമാത്രമായ പക്ഷമായി മാറുമായിരുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി KA തുളസി, MLA മാരായ സുമേഷ് അച്യുതൻ, രമ്യ ഹരിദാസ് എന്നിവർക്ക് സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, P ഹരിഗോവിന്ദൻ, P ബാലഗോപാൽ, TH ഫിറോസ് ബാബു, V രാമചന്ദ്രൻ, C ബാലൻ, സിന്ധു രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KPCC പ്രസിഡന്റ് ആരാവണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. KPCC പ്രസിഡന്റിനായി താൻ വാദം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ KPCCയിലും DCCകളിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. DCC KPCC പുനഃസംഘടനയിൽ കോൺഗ്രസിൽ തർക്കമില്ലെന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള പുനഃസംഘടന ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പാലക്കാട്ട് പറഞ്ഞു. DCC KPCC പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കങ്ങളില്ല. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പുനഃസംഘടനയുണ്ടാകും. കോഴിക്കോട് ജില്ലക്കാരനായ മന്ത്രിയാണ് T സിദ്ദിഖ്. മന്ത്രിയില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ കോഴിക്കോട്ടുകാർക്കുണ്ടാകില്ല. എല്ലാ ജില്ലകളിലും സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടാവുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ KPCCയിൽ ഒരു മാറ്റം ആവശ്യമാണെന്നുള്ള കാര്യം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അത് വിവരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇന്നലത്തെ യോഗത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അല്ല, KPCC അധ്യക്ഷൻ തന്നെ ഹൈക്കമാൻഡിനോട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് 2 സ്ഥാനം കൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മന്ത്രിയും KPCC പ്രസിഡന്റുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയൊരു നേതാവിനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് തീരുമാനിക്കും. ദളിത് വിഭാഗത്തിൽ നിന്നൊക്കെ ഒരാൾ KPCC അധ്യക്ഷനാകാനുള്ള ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്കൊക്കെ പോകും. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ആരാകണം, കേരളത്തിലെ കോൺഗ്രസിനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു ക്ലെയിമും എനിക്കില്ല. ഞാനങ്ങനെ ക്ലെയിം പറയേണ്ട ആളല്ല. അങ്ങനെ ഒരു ക്ലെയിം എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനമാണ്. അതിന് യാതൊരു വസ്തുതയും. അത് തന്നെ DCCയുടെ അതിന് 7ഓളം DCC പ്രസിഡന്റുമാരും MLA-മാരാണ്. അവരും മാറാൻ തയ്യാറായിട്ടുണ്ട്. അവിടെയും പുതിയ പ്രസിഡന്റുമാരെ കണ്ടെത്തേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ലോകകപ്പ് ഫുട്ബോൾ ആരവം മലപ്പുറത്തല്ല, അത് ഒറ്റപ്പാലത്താണ്. അർജന്റീന ഫാൻസ് 200 അടി ഫ്ലക്സ് ബോർഡ് മായനൂർ പാലത്തിന് സമീപം സ്ഥാപിച്ചപ്പോൾ ബ്രസീൽ ഫാൻസ് മറികടന്നത് 1300 സ്ക്വയർ ഫീറ്റ് അഡ്വർടൈസിംഗ് ഫ്ലോർ ഫ്ലക്സ് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സ്ഥാപിച്ചാണ്. ഏറ്റവും വലിയ ഫ്ലക്സ് തങ്ങളുടേതാണെന്നും ഇരു ഫാൻസുകാരും അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഒറ്റപ്പാലം ലോകകപ്പ് ആവേശത്തിലാകുമെന്നും ടീം ആരാധകർ പറഞ്ഞു. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലക്സാണ് ഒറ്റപ്പാലത്തുള്ളതെന്ന് അർജന്റീന ആരാധകർ അവകാശപ്പെട്ടു. ഏറ്റവും വലിയ ഫ്ലക്സ് തങ്ങളുടേതാണെന്ന് ബ്രസീൽ ആരാധകരും അവകാശപ്പെടുന്നു. തികച്ചും കളിയോടുള്ള സ്നേഹമാണ് ഫുട്ബോൾ ആരാധകർ ഞായറാഴ്ചയുടെ സായാഹ്നം ജനങ്ങൾക്ക് സമർപ്പിച്ചത്. ഇരുകൂട്ടരും അവരവർ സ്ഥാപിച്ച ഫ്ലക്സിന് മുന്നിൽ ജയ് വിളിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കി. ബ്രസീൽ ആരാധകരുടെ ബൈക്ക് റാലി ചിനക്കത്തൂർക്കാവ് മൈതാനത്തു നിന്നും തുടങ്ങി. കെ പ്രേംകുമാർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുന്നതിനു വേണ്ടി ആവേശത്തോടെയാണ് കായിക പ്രേമികൾ രംഗത്ത് വരുന്നത്. വിശേഷിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ അവരുടെ ആരാധകരാണ് ലോകമെമ്പാടുമുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഫുട്ബോൾ പ്രേമികളും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ കേരളത്തിലാണോ വേൾഡ് കപ്പ് നടക്കുന്നത് എന്ന് സംശയം തോന്നുന്ന നിലയിൽ മലയാളികളും ആവേശപൂർവം ലോകകപ്പിനെ വരവേൽക്കുന്നതിന് വേണ്ടി രംഗത്ത് വരികയാണ്. പ്രിയ സുഹൃത്തുകൂടിയായിട്ടുള്ള അസ്കർ നേരത്തെ തന്നെ ബ്രസീൽ ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഇരുചക്രവാഹന റാലിയെ സംബന്ധിച്ചും ഘോഷയാത്രയെ സംബന്ധിച്ചുമെല്ലാം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ഒറ്റപ്പാലം ടൗൺ സിറ്റി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിച്ചു. കെ അസ്കർ അധ്യക്ഷത വഹിച്ചു. ലോകകപ്പിന് പന്തുരുളാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലക്സുകൾ ഉയർത്തിയാണ് അർജന്റീനയുടെയും ബ്രസീലിന്റെയും ആരാധകർ ഞായറാഴ്ച ഒറ്റപ്പാലം നഗരത്തിൽ ലോകകപ്പിന്റെ ആവേശം കൊടിയേറ്റിയത്. ഞായറാഴ്ച വൈകിട്ട് മായന്നൂർ ജംഗ്ഷനിൽ ആവേശകരമായ റാലിയോടെയാണ് അർജന്റീന ആരാധകർ ഈ കൂറ്റൻ ഫ്ലക്സുമായി പ്രദേശത്തെത്തിയത്. അർജന്റീനയോട് ഒട്ടും വിട്ടുകൊടുക്കാൻ ബ്രസീൽ ആരാധകരും തയ്യാറായില്ല. കാലറിപ്പടയുടെ കരുത്ത് വിളിച്ചോതുന്ന 32 അടി വീതി 40 അടി ഉയരമുള്ള ഭീമാകാരമായ ഫ്ലക്സാണ് ബ്രസീൽ ആരാധകർ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഉയർത്തിയത്. നേരത്തെ ടീം ഒറ്റപ്പാലം എന്ന പേരിൽ എല്ലാ രാജ്യങ്ങളുടെയും ആരാധകരെ അണിനിരത്തി സംയുക്തമായി റാലി നടത്താനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ലോകകപ്പിന്റെ ചൂട് കൂടിയതോടെ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കായി തനിയെ തന്നെ കളം നിറയാൻ ആരാധകർ തീരുമാനിക്കുകയായിരുന്നു. ബ്രസീലും അർജന്റീനയും പുറമെ പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങി വമ്പൻ ടീമുകളുടെ ആരാധകരും ഒറ്റപ്പാലത്ത് ലോകകപ്പ് അവസ്മരണീയമാക്കിക്കൊണ്ട് ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പാലം പൂർണ്ണമായും ലോകകപ്പ് ലഹരിയിലാകുമെന്നാണ് ഒറ്റപ്പാലത്തിന്റെ ഉറപ്പ്. ഇപ്പൊ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ഒറ്റപ്പാലമാണ്, പാലക്കാടാണ്. അതിൻ്റെ ഒരു ആവേശമായിരുന്നു നിങ്ങളിവിടെ കണ്ടത്. കാരണം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി നമ്മൾ ആസ്വദനം ചെയ്തത്. ഇത് വളരെ ഭംഗിയായി മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു മാതൃകയായിക്കോട്ടെ. യാതൊരുവിധ ബുദ്ധിമുട്ടും ആളുകൾ ഉണ്ടാക്കാതെ ഞങ്ങളുടെ ആഘോഷം ഞങ്ങൾ നടത്തി. വേൾഡ് കപ്പിന് വരവേൽപ്പ് കൊണ്ടുള്ള ഒരു ബാന റാലി ഞങ്ങളുടെ ഒരു 1300 നിങ്ങൾ നോക്കും. 1300 അങ്ങോട്ട് നോക്കി എല്ലാവരും. വാട്സപ്പ് കൂട്ടായ്മ സ്പോൺസർമാരൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഒറ്റപ്പാലത്ത് 200 അടിന്റെ ഫ്ലക്സ് കയറ്റിയിട്ടുള്ളത്. ഒറ്റപ്പാലത്ത് ആദ്യമായിട്ട് കട്ടൗട്ട് കൊടുന്നു ഒറ്റപ്പാലം അർജന്റീന ടീമാണ്. തൂക്കാൻ പറ്റുകയാണെങ്കിലേ ബ്രസീലുകാർക്ക് തൂക്കാൻ പറ്റുമോ? തൂക്കം കാണിച്ചാൽ ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഞാർക്കോട് വായനശാല സാംസ്കാരിക വേദിയും മെമ്പർ കെയർ പദ്ധതിയുമായി ചേർന്ന് എൻ്റെ ഗ്രാമം സുന്ദരഗ്രാമം പദ്ധതി ആരംഭിച്ചു. മണ്ണൂർ ഞാർക്കോട് തോട്ടുപാലത്തിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NK കൃപേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം OV സ്വാമിനാഥൻ മുഖ്യാതിഥിയായിരുന്നു. വായനശാല സെക്രട്ടറി NS ബ്രിജേഷ്, പ്രസിഡന്റ് NC രാജേഷ് കുമാർ, ദേശീയ കമ്മിറ്റി ഭാരവാഹി NN രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ഞാറക്കോട് തോട്ടുപാലത്തിന് ഇരുവശങ്ങളിലായി 100ഓളം പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ഗ്രാമത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ആദ്യഘട്ടത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന് മെമ്പർ കെയർ കൺവീനർ NK കൃപേഷ് കുമാർ പ്രഖ്യാപിച്ചു. 50ലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാലത്തൂർ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അനുമോദന സദസ്സ് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരു വായനശാലയുടെ നേതൃത്വത്തിൽ നടത്താൻ കഴിയുകയെങ്കിൽ അത്തരം ഇടപെടലുകൾ നടത്തി വളരെ നല്ല രീതിയിൽ ഒരു സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാവിധ പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. വായനശാലകളും അതുപോലെ തന്നെ ക്ലബ്ബുകളും ഒരു സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് ഇത്. അത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനമാണ് വായനശാലകളായാലും മറ്റു ക്ലബ്ബുകളായാലും ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെയധികമാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു വായനശാലയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ പ്രവർത്തനം നമ്മുടെ ഗവൺമെന്റുകൾക്ക് താഴെത്തട്ടിൽ ഇറങ്ങിച്ചെന്ന് എല്ലാ ഏരിയയിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വായനശാല സെക്രട്ടറി K. വിനോദ് സ്വാഗതം പറഞ്ഞു. വായനശാല പ്രസിഡന്റ് KN സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വാർഡ് കൗൺസിലർ KM ലത, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN അനിൽകുമാർ, ഷൊർണൂർ നഗരസഭ ADS ചെയർപേഴ്സൺ വിദ്യ, പ്രൊഫസർ P. സുമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വായനശാല എക്സിക്യൂട്ടീവ് അംഗം K. ശങ്കരനാരായണൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ CDS സമുന്നതി പദ്ധതിയുടെ ഭാഗമായി കല്ലോട് പ്രദേശത്ത് ചെണ്ടുമല്ലി പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ റിൻസി അനീഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാബു അധ്യക്ഷത വഹിച്ചു. മെന്റർ ശ്രുതി ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ചടുലതാളത്തിന്റെ ആവേശത്തിൽ കൊട്ടിക്കയറി ചെണ്ട അഭ്യസിക്കുന്ന പഠന വിദ്യാർത്ഥികൾ. 7 വിദ്യാർത്ഥികൾ ഓങ്ങല്ലൂർ ശ്രീതളി മഹാഗണപതി ക്ഷേത്രത്തിൽ ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പുതിയ ഉയരങ്ങളിലേക്ക് ചൂടുറപ്പിച്ച കുട്ടികളുടെ ചെണ്ടമേളം ആസ്വാദകരുടെ മനം കവർന്നു. ഞായറിന്റെ സായാഹ്നം ഓങ്ങല്ലൂരിലെ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രാങ്കണം. വിദ്യാർത്ഥികളായ ചെണ്ട അഭ്യസിക്കുന്ന 7 പേരുടെ ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം. ദക്ഷിണ സ്വീകരിച്ച ശേഷം കുട്ടികൾക്ക് ചെണ്ടക്കോലുകൾ നൽകിയതോടെ ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റത്തിന് തുടക്കം. കൈവഴക്കത്തിന്റെ ചടുലതാളത്തിൽ ആവേശത്തോടെ കുട്ടികൾ കൊട്ടിക്കയറി കൂടുതൽ ഉയരങ്ങളിലേക്ക്. കലാമണ്ഡലം ദേവരാജന്റെയും കുട്ടികളെ ചെണ്ട അഭ്യസിപ്പിക്കുന്ന കൃഷ്ണൻ നമ്പൂതിരിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ആ കൊട്ടിക്കയറ്റവും ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റവും. ഓങ്ങല്ലൂർ കലാകേന്ദ്രം വാദ്യസംഘത്തിലെ ആദിദേവ്, അശ്വിൻ, അകുൽ, ദിൽജിത്ത്, വാടനാകുറിശി ശ്യാം,
സൗരവ് ഗണേശ്, യദുകൃഷ്ണ എന്നിവരാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. 1.25 മണിക്കൂറോളം നീണ്ട കുട്ടികളുടെ ചെണ്ടമേളം ആസ്വദിക്കാൻ നിരവധി പേർ സന്നിധരായിരുന്നു. പുതിയ ഉയരങ്ങളിലേക്ക് ചൂടുറപ്പിച്ച കുട്ടികളുടെ ചെണ്ടമേളം ആസ്വാദകരുടെയും മനം കവർന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുണ്ടൂരിൽ മുണ്ടൂർ കൃഷ്ണൻകുട്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടൂർ കൃഷ്ണൻകുട്ടി എഴുതിയ മിക്ക കവിതകളെയും ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ മുണ്ടൂർ കൃഷ്ണൻകുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ബെന്യാമിൻ പറഞ്ഞു. ഗ്രീസിലെ ക്രീറ്റ് എന്ന ദ്വീപ് കാണാൻ പോയിട്ടുള്ള ഒരാളാണ്. കാഫ്കയുടെ പ്രാഗ് കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ ദേശങ്ങൾ, പല ദേശങ്ങളിൽ പോകുമ്പോൾ അവരുടെ മ്യൂസിയങ്ങൾ, അമേരിക്കയിൽ ചെന്നപ്പോൾ ഹെമിംഗ്വേയുടെ മ്യൂസിയം കാണാനുള്ള അവസരമുണ്ടായി. അയർലൻഡിൽ പോയപ്പോൾ ജെയിംസ് ജോയ്സിന്റെ മ്യൂസിയം കാണാനുള്ള അവസരമുണ്ടായി. ലിസ്ബണിൽ പോയപ്പോൾ ഷൂസേസർമാരുടെ മ്യൂസിയം കാണാനുള്ള അവസരമുണ്ടായി. എഴുത്തുകാരുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ വായനയിലേക്ക് പ്രേരിപ്പിച്ച, നമ്മളെ വായനയിൽ ഇപ്പോഴും ഹരം കൊണ്ട് നടക്കുന്ന എഴുത്തുകാരെ, അവരുടെ പ്രിയപ്പെട്ട ഇടങ്ങൾ കാണുക എന്നത്. സ്മാരക ട്രസ്റ്റും മുണ്ടൂർ യുവപ്രഭാത് വായനശാലയും ചേർന്ന് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ എസ് ശെൽവരാജൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് MB മിനി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുണ്ടൂർ കൃഷ്ണൻകുട്ടി അവാർഡ് തുന്നൽക്കാരൻ എന്ന ചെറുകഥ സമാഹാരം രചിച്ച TP വേണുഗോപാലിന് സാഹിത്യകാരൻ വൈശാഖൻ കൈമാറി. സ്വരലയ സെക്രട്ടറി TR അജയൻ കൃതി പരിചയപ്പെടുത്തി. TP വേണുഗോപാലിനുള്ള ആദരപത്രം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശശികുമാർ സമർപ്പിച്ചു. 25,000 രൂപയും ചിത്രകാരൻ ഷഡാനൻ ആനിക്കത്ത് രൂപകൽപ്പന ചെയ്ത ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. T വേണുഗോപാലൻ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാമദാസ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു, ഗീത സതീഷ്, അഡ്വക്കേറ്റ് രാജേഷ് പനങ്ങാട് എന്നിവർ സംസാരിച്ചു. ഗായിക ചിത്ര അരുൺ ഗാനം ആലപിച്ചു. യുവപ്രഭാത് വായനശാലയുടെയും ട്രസ്റ്റിന്റെയും സെക്രട്ടറി P ചന്ദ്രശേഖരൻ സ്വാഗതവും ട്രസ്റ്റ് ട്രഷറർ P രഘുനാഥൻ നന്ദിയും പറഞ്ഞു. സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ, കഥാകൃത്തുക്കളായ TK ശങ്കരനാരായണൻ, MK മനോഹരൻ, മുണ്ടൂർ സേതുമാധവൻ, കരീം മാസ്റ്റർ മുണ്ടൂർ എന്നിവർ പങ്കെടുത്തു. മുണ്ടൂർ കൃഷ്ണൻകുട്ടിയെ സ്നേഹിക്കുന്ന വലിയ ജനക്കൂട്ടവും സദസ്സിൽ തിങ്ങി നിറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 10 വർഷത്തെ അഴിമതിയും ധൂർത്തും അനീതിയും UDF സർക്കാർ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. LDF സർക്കാരിന്റെ ജനവിരുദ്ധ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനുമേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും കൊടിക്കുന്നിൽ സുരേഷ്. KPCC പ്രസിഡന്റ് ആരാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും KPCC പ്രസിഡന്റായി താൻ വാദം ഉന്നയിച്ചിട്ടില്ലെന്നും KPCCയിലും DCCകളിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. ലോകകപ്പ് ഒറ്റപ്പാലത്ത് ഫ്ലക്സ് യുദ്ധവും അവകാശവാദവും. ഫുട്ബോൾ ആവേശം മലപ്പുറത്തെ മറികടന്ന്. അർജന്റീന ഫാൻസിന്റെ 200 അടി ഫ്ലക്സിനെ മറികടക്കാൻ ബ്രസീൽ ആരാധകർ സ്ഥാപിച്ചത് 1300 സ്ക്വയർ ഫീറ്റ് അഡ്വർടൈസിംഗ് ഫ്ലോട്ട് ഫ്ലക്സ്. ഏറ്റവും വലിയ ഫ്ലക്സുകൾ ഞങ്ങളുടേതെന്ന് ടീം ആരാധകർ. ഒറ്റപ്പാലം ലോകകപ്പ് ലഹരിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത വൈകുന്നേരം 6 മണിക്ക്. നന്ദി, നമസ്കാരം.